لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: بين رجل يمشي فاشتد عليه العطش فنزل بئرا فشرب منها ثم خرج فإذا هو بكلب يلحث يأكل الثرى من العطش فقال: لقد بلع هذا مثل الذي بلغ بي، فملأ خفه ثم أمسكه بفيه ثم رقي فسقى الكلب فشكر الله له فغفر له. قالوا: يا رسول الله وإن لنا في البهائم أجرا؟ قال: في كل كبد رطبة أجر. صحيح البخاري. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് ചൊല്ലിക്കൊടുത്ത ഒരു സംഭവം, ഒരു സ്റ്റോറി, ഒരാളുടെ കഥയാണ് സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പഠിപ്പിച്ച കാര്യമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലി, ഒരാൾ മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിലെ ആളായിരിക്കാം. അയാൾ നടന്നു പോവുകയായിരുന്നു. അയാൾക്ക് ശക്തമായ ദാഹമുണ്ടായി. ഒരു കിണർ കണ്ടു, അതിലിറങ്ങി അതിൽ നിന്ന് തണ്ണി കുടിച്ചു. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി നടക്കുമ്പോഴതാ ഒരു ഡോഗ്, ഒരു നായ ദാഹത്താൽ നാവ് തൂക്കിയിട്ട് ഇങ്ങനെ മണ്ണിൽ നക്കുന്നതായി കണ്ടു. അപ്പം അയാൾ സ്വന്തത്തോട് തന്നെ പറയുന്നു, എനിക്കുണ്ടായ അതേ ദാഹമാണ് ഈ ഒരു ജീവിക്കും ഉണ്ടായിട്ടുള്ളത്. അയാൾ ആ കിണറ്റിലിറങ്ങി തൻ്റെ ഹുഫയിൽ, അതായത് വലിയ ഷൂയിൽ വെള്ളം നിറച്ച് അത് വായിക്കൊണ്ട് കടിച്ചു പിടിച്ച് പിന്നെ അവിടെ നിന്ന് കയറി ഫസഖൽ കൽബ, ആ ഡോഗിന് കുടിക്കാൻ കൊടുത്തു. ഫശക്കറല്ലാഹു ലഹു, അള്ളാഹു അയാളോട് നന്ദി കാണിച്ചു. ഫഗഫറ ലഹു, അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുത്തു. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഫഅദ്ഖലഹുൽ ജന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു. ഈ ഒരു സ്റ്റോറി ചൊല്ലുമ്പോൾ സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, വ ഇന്ന ലനാ ഫിൽ ബഹായിമി അജ്റ, അല്ല ഞങ്ങൾക്ക് ഈ ജാൻവറുകളിൽ, ഈ ജന്തുക്കളിലും നമുക്ക് പ്രതിഫലമുണ്ടോ, അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്താലും? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫീ കുല്ലി ദാതി കബ്ദിൻ റത്ബത്തിൻ അജ്ർ, പച്ചക്കരളുള്ള ഏതൊരു ജീവിയോടും കരുണ കാണിച്ചാൽ, കാരുണ്യം കാണിച്ചാൽ അതിന് സവാബുണ്ട്, പ്രതിഫലമുണ്ട്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമാണത് എന്ന്. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ ഒരു കമ്പാഷൻ, അഷ്ഫഖ, ആ ഒരു ആർദ്രത, അനുകമ്പ, മനസ്സിന്റെ ഒരു നന്മയാണ്. അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ, കരുണ കാണിക്കുന്നവർ, കാരുണ്യം കാണിക്കുന്നവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് കരുണ ചെയ്യുന്നവരാണ്. ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഒരാൾ സ്വർഗത്തിൽ പോവാൻ കാരണമായി തീർന്നത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ ജന്നതു അഖറബു ഇലാ അഹദികും മിൻ ശിറാകിൻ അലിഹി, സ്വർഗം നിങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. ഏതൊരു കാര്യം കൊണ്ടാണ് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുക എന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നിസ്സാരമായ ചെറിയൊരു വിഷയമായിരിക്കും. വന്നാറു മിസ്ലു ദാലിക, നരകവും അതുപോലെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞല്ലോ, അതും ഇമാം മുസ്ലിം, ഇമാം ബുഖാരി മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഉദ്ദിബത് ഇംറഅത്തുൻ ഫീ ഹിറ, ഒരു പൂച്ചയുടെ വിഷയത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പെണ്ണിന്റെ കഥയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്താ? ആ പൂച്ചയെ അവൾ കെട്ടിയിട്ടു, അതിന് തിന്നാൻ കൊടുത്തില്ല, അത് ചത്തുപോകുന്നതുവരെ. ഫദഖല ഫീഹൻ നാർ, അക്കാരണത്താൽ ആ പെണ്ണ് നരകത്തിൽ പോയി എന്നുള്ളതാണ്. എന്നിട്ട് അവളോട് പറയപ്പെടുന്നത്, ലാ അൻതി അത്അംതിഹാ വലാ സഖൈതഹാ ഹീന ഹബസ്തിഹാ, നീ അതിനെ പിടിച്ചു കെട്ടിയിട്ടപ്പോൾ തിന്നാനും കൊടുത്തില്ല, അതിന് കുടിക്കാനും കൊടുത്തില്ല. വലാ അൻതി അർസൽതിഹാ, നിനക്ക് അതിനെ വിട്ടുകൂടായിരുന്നു, എന്തിനാ കെട്ടിയിട്ടത്? ഫാക്കലത് മിൻ ഖശാശിൽ അർദ്, ആ പൂച്ച ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ തിന്നുമായിരുന്നല്ലോ, ഭൂമിയിൽ ഏതെങ്കിലും
പറക്കുന്ന വല്ല ചെറിയ പാറ്റകളെയൊക്കെ പിടിച്ച് തിന്ന് അതിൻ്റെ ജീവൻ നിലനിർത്തുമായിരുന്നു. നീ എന്തിനാണ് കെട്ടിയിട്ടത്? അക്കാരണത്താൽ ഒരു ജീവിയോട്, ഒരു ജാൻവറിനോട് ഇങ്ങനെ ചെയ്തത് കാരണത്താൽ നരകത്തിൽ പോയി. അപ്പൊ സഹോദരങ്ങളെ, സ്വർഗവും നരകവും ഒക്കെ നമ്മളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അത് ഒരു ചെറിയ നന്മയാവാം സ്വർഗം കിട്ടാൻ. അതുപോലെ തന്നെ ഒരു നമ്മുടെ കണ്ണിൽ ചിലപ്പോൾ നിസ്സാരമായ വിഷയമായിരിക്കും നരകത്തിൽ പോകാൻ, അത് മതിയാവും. അതുകൊണ്ട് വിശാലമായ നന്മയുടെ ഒരു മനസ്സുണ്ടാവുക എന്നതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിക്കുന്നത്. തൻ്റെ സ്വഹാബികളിൽ നിന്നൊരു കുട്ടി ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തള്ളപ്പക്ഷി അതിനെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അതിലേക്ക് കൂട്ടിലേക്ക് കൊണ്ടുപോയിടാൻ. നമ്മളൊക്കെ വീടുകളിൽ പലതിനെയും വളർത്താറുണ്ട്. ആടിനെ വളർത്തുക, കോഴിയെ വളർത്തുക, അങ്ങനെയൊക്കെ പറയുന്നത്. എല്ലാത്തിനും തിന്നാൻ കൊടുക്കണം. കൂട്ടിലിട്ട് വളർത്തുന്ന പക്ഷികളാണെങ്കിലും അതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കണം, അല്ലാതെ അതിനോട് ദ്രോഹം ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, ഇപ്പോഴൊക്കെ ശക്തമായ ചൂടുള്ള സമയമാണ്. മനുഷ്യന്മാർക്ക് തന്നെ സഹിക്കാൻ സാധിക്കാത്ത അത്രയും പ്രയാസകരമായ ശക്തമായ ചൂടുണ്ടാകുമ്പോൾ പല മിണ്ടാപ്രാണികളായ ജീവികളും ജന്തുക്കളും അവർക്കൊക്കെ ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുക, തണ്ണി വെച്ച് കൊടുക്കുക, വന്ന് കുടിക്കട്ടെ. അത് ഏതായിരുന്നാലും, അത് നായയായിരുന്നാലും പൂച്ചയായിരുന്നാലും ഏതായിരുന്നാലും, പച്ചക്കരളുള്ള ഏതൊരു ജീവിക്കും പുണ്യം ചെയ്താൽ, അതിന് ഉപകാരം ചെയ്താൽ അത് സവാബുണ്ട്, അത് വലിയ പുണ്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അപ്പം ഇസ്ലാമിൻ്റെ നന്മയാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ പക്ഷികളും പറവകളും ഇങ്ങനെ പലതും ഉണ്ടാവും. അവർക്കൊക്കെ കുടിക്കാനായി ഒരു പാത്രത്തിലൊക്കെ വെള്ളം വെച്ച് കൊടുക്കുക, തണ്ണി വെച്ച് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് സഹജീവികളോട്. അതുപോലെ തന്നെ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് കരുണ കാണിക്കാൻ വേണ്ടി പഠിപ്പിച്ചു. നിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളാണോ അയാളെ നിന്റെ കൂടെ ഇരുത്തി നീ ഭക്ഷണം കൊടുക്കണം. അയാളോട് ഭാരിച്ച ജോബാണ് അയാൾക്ക് കൊടുത്തത് എങ്കിൽ, ജോലിയാണെങ്കിൽ അയാളെ ആ ജോലിയിൽ സഹായിക്കണം. ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരു ഷഫഖത്തിന്റെ, ഒരു കമ്പാഷൻ, ഒരു കാരുണ്യത്തിന്റെ, ആർദ്രതയുടെ, അനുകമ്പയുടെ, ഒരു സഹാനുഭൂതിയുടെ ഒരു മനസ്സുണ്ടാവണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നിന്നൊക്കെ നമുക്ക് പാഠം ഉൾക്കൊള്ളണം. അൽ ഹസ്സു അലൽ ഇഹ്സാൻ ഇലന്നാസ്, ജനങ്ങൾക്ക് നന്മ ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത്. ലിഅന്നഹു ഇദാ ഹസലത്തിൽ മഗ്ഫിറ ബിസബബി സഖീൽ കൽബ്, ഒരു നായക്ക് വെള്ളം കൊടുത്ത കാരണത്താൽ പാപം പൊറുക്കപ്പെട്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നെങ്കിൽ, ആദം സന്തതികൾക്ക്, മനുഷ്യർക്ക് വലിയ പ്രതിഫലമാണ് അതിലുള്ളത്. അള്ളാഹുവിലേക്ക് അടുക്കാനും അതുപോലെ തന്നെ ഒരിക്കലും ഹയവാനുകളോട് ഉപദ്രവം ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തതായ ഒരു ജീവിയോടും നമ്മൾ എന്താക്കാൻ പാടില്ല, അങ്ങോട്ട് നമ്മളായിട്ട് പോയിട്ട് ഉപദ്രവം ചെയ്യാൻ പാടില്ല. വെറുതെ എന്തിനാണ് കല്ലെടുത്തെറിയുന്നത്? ഇങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നതാണെങ്കിൽ അതിനെ ആട്ടി ഓടിക്കുക എന്നല്ലാതെ വെറുതെ മൃഗീയമായിക്കൊണ്ട് എന്നൊക്കെ പറയുന്ന പോലെ മൃഗങ്ങളോടും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏതൊരു ജന്തുക്കളായിരുന്നാലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ ഒരു വിശാലമായ നന്മയുടെ മനസ്സ് അത് ഉണ്ടാവാൻ നമ്മൾ റബ്ബിനോട് തേടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരോടും കരുണ കാണിക്കുന്ന ഒരു നന്മയുടെ മനസ്സ് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കടുത്ത ഹൃദയത്തിൽ നിന്ന്, ഖസ്വത്തുൽ ഖൽബിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പുണ്യമാക്കപ്പെട്ട നാളുകളിൽ കൂടുതൽ റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തെ നന്മയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക